ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കത്ര സുഖമില്ലെന്ന് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് ജലദോഷമാണ് കേട്ടോ. കുഴപ്പമില്ല, ഐ ക്യാൻ മാനേജ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാണുന്നിട്ട് 7 ഓഫ് സ്വോർഡാണ് കേട്ടോ. ഇത് 7 ഓഫ് വാണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് ചുറ്റും നമ്മുടെ വളർച്ചയെ പിറകോട്ട് പിടിക്കുന്ന കുറച്ചധികം ബാഹ്യശക്തികളുണ്ട്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നമ്മുടെ ഗ്രോത്തിനെ തടയുന്ന ആളുകളുടെ സ്വാധീനം നമുക്കുണ്ട്. അതിൽ കുറേ എണ്ണം നമുക്കറിയില്ല, ആരാണെന്ന് പോലും നമുക്കറിയില്ല, ആരാണ് നമ്മളെ പിന്നിലോട്ട് പിടിക്കുന്നത് പോലും നമുക്കറിയില്ല. കുറച്ച് ആളുകൾ അങ്ങനെയാണ്, നമുക്കറിയില്ല ആരാണെന്ന് നമുക്കറിയില്ല. കുറച്ച് കാര്യങ്ങൾ പക്ഷെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സാണ്. നമ്മൾ വിചാരിക്കണം അവരായിരിക്കും ഇവരായിരിക്കും എന്ന് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് പ്രശ്നത്തെ സങ്കീർണമാക്കുന്ന എനർജിയാണ് 7 ഓഫ് വാണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ശത്രുക്കളുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പ്രശ്നങ്ങളോട് എതിരിടുകയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് മാത്രമാണ് അതിൽ നമ്മുടെ ചിന്തകൾ ശരി, ബാക്കി മൊത്തം നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓവർ തിങ്കിങ് ഇന്നേ ദിവസം വേണ്ട. നമ്മൾ എന്താണോ നമ്മുടെ നെഗറ്റീവ് ചിന്ത അതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോസിറ്റീവാക്കി വെക്കുക. ഇഫ് എക്സാമ്പിൾ, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ പറയേണ്ട അഫർമേഷൻ, എന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഓക്കെ, എന്നെ എല്ലാവർക്കും പേടിയാണ്. അപ്പം നമ്മൾ പറയേണ്ട അഫർമേഷൻ, എന്നെ എല്ലാവർക്കും വളരെ സ്നേഹമാണ്, എന്നോട് എല്ലാവർക്കും വളരെ സ്നേഹവും ബഹുമാനവുമാണ്, എന്നോട് എല്ലാവർക്കും വളരെ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് കാര്യങ്ങൾ സംസാരിക്കാൻ എല്ലാവർക്കും വളരെ സന്തോഷമാണ്, എല്ലാവരും അത് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് പോസിറ്റീവ് അഫർമേഷൻസ് പറയേണ്ടത്. എന്താണോ നെഗറ്റീവ് തോട്ട്സ് വരുന്നതിനെ ക്യാൻസൽ ചെയ്ത് അതിനെ പോസിറ്റീവ് അഫർമേഷനായിട്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നേ ദിവസം അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്, അത് മാറ്റണം കേട്ടോ. ഇത് ഒന്നല്ല, ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യും. നമ്മൾ മടുത്തു പോകുന്ന ഒരു എനർജിയാണ്. ഒറ്റയ്ക്ക് എല്ലാം ചെയ്തിട്ടേ നമുക്ക് തോന്നത്തില്ല ഇത് എന്തിനാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സാണ്. അപ്പോൾ അത് നമ്മളായിട്ട് തോട്ട് വേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ചെയ്യണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് അവിടെ വെച്ചേക്കുക. പറ്റുമെങ്കിൽ പിന്നീട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതല്ലാതെ നമ്മൾ തന്നെ ചെയ്യുക, നമ്മൾ തന്നെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ബാക്കി സമയം പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു പുതിയ തുടക്കമാണ്. ഇതൊരു വീടൊക്കെ കയറി താമസിക്കുന്ന എനർജി, പുതിയ പ്രോജക്റ്റ് എന്നാണ്. അപ്പം ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിലെ ന്യൂ പ്രോജക്റ്റ് എന്താ? ഒരു കുഞ്ഞു വാവ ലൈഫിലേക്ക് വരിക, പുതിയൊരു ജോലി കിട്ടുക, പുതിയൊരു വീട് വാങ്ങിച്ച് അതിൽ കയറി താമസിക്കുക, അല്ലെങ്കിൽ പുതിയ നമ്മളൊരു സംരംഭം ആരംഭിക്കുക. ഇതൊക്കെയാണ് ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത്. അപ്പോൾ ഇന്ന് കുറേ ആളുകളിൽ ആർക്കെങ്കിലുമൊക്കെ പുതിയ സംരംഭം തുടങ്ങുന്നതോ, നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരാൾ വരുന്നതോ, ഒരു കുഞ്ഞുമാവ് വരുന്നതോ, നിങ്ങൾ വീട് മാറി താമസിക്കുന്നതോ, ചിലപ്പം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട് ഷിഫ്റ്റ് ചെയ്ത് വേറെ വീട്ടിലേക്ക് പോകുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നതാണ്. കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഈ 7 ഓഫ് വാണ്ടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുവാണ്. അങ്ങനായിരിക്കും, ഇങ്ങനായിരിക്കും, അവരായിരിക്കും, ഇവരായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഓവർ തിങ്കിങ് ആണ്, ബിക്കോസ് ഓഫ് ഈ ക്ലാരിറ്റി ഇല്ലായ്മ. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് ഈ പറഞ്ഞ ഏസ് ഓഫ് സോർഡ്സ് കാണിക്കുന്നത്. ഇതൊരു മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതാവാം, ഒരാളിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടുന്നതാവാം. ചിലപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതി വെച്ചേക്കുന്നത് കാണുന്നതോ, ഒരു പരസ്യത്തിൻ്റെ ടാഗ് ലൈനോ, അങ്ങനെ എന്തും ആകാം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടും എന്നാണ് ഏസ് ഓഫ് സോർഡ് പറയുന്നത്. പിന്നെ ഇതൊരു ന്യൂ കോൺഫ്ലിക്റ്റും കൂടെ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ പുതിയ കോൺഫ്ലിക്റ്റുകൾ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഇടയാവരുത്. ഓക്കെ, അതാണ് ഏസ് ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ദെൻ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വീണ്ടും ഒരു പുതിയ തുടക്കം എന്നാണ്. ഇത് രണ്ടും പുതിയ തുടക്കമാണ് കേട്ടോ, രണ്ടും രണ്ട് രീതിയിലാണെന്ന് മാത്രം. ഏസ് ഓഫ് സ്വോർഡ് പുതിയ മെൻ്റൽ ക്ലാരിറ്റി വരിക, പുതിയ പ്രോജക്റ്റ് വരിക, പുതിയ ജോലി, പുതിയ ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏസ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുന്നത് ഒരു പുതിയ സാമ്പത്തിക സ്രോതസ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്.
അപ്പം നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പണം കിട്ടുന്ന പണം കിട്ടുന്നതാവാം, ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. കൂടാതെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഒരു പ്രാരംഭ നടപടി നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടാവും. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയമെങ്കിലും ഉണ്ടാവും. അതായത് ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ ഇത് ഞാൻ ചെയ്യണം എന്നൊരു പ്ലാനിങ് എങ്കിലും ഇന്നേ ദിവസം നിങ്ങളത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഏസ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. മണിയെ മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലുക, ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഒരു വിത്ത് കുഴിച്ചിടുന്നതാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ഈൽഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളൊരു വിത്ത് കുഴിച്ചിടുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സംരംഭം തുടങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ സംരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അതാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. പണം വരുന്നു എന്ന് തന്നെയാണ് കേട്ടോ, ഫിനാൻഷ്യൽ അബണ്ടൻസ് തന്നെയാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. പേജ് ഓഫ് വാണ്ട്സ്, ഇത് നിങ്ങളൊരു വാണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പാഷനാകാം അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആകാം. ഇവിടെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ എന്ത് റിസ്ക്കും എടുത്ത് ഒരാളെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതാവാം, അല്ലെങ്കിൽ അതൊരു പാഷനാകാം. നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു പാഷനെ വീണ്ടും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക, അതിന് എന്ത് റിസ്ക് എടുത്താലും അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളത് പതുക്കെ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ആ പാഷൻ വീണ്ടും ഒന്ന് പൊടി തട്ടി എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒത്തിരി റിസ്ക് എടുക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും വേണ്ടില്ല, റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. വളരെ അഡ്മിറേഷൻ തോന്നുക. ചില ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഇപ്പോൾ അവരുണ്ടാവില്ല നമ്മുടെ ലൈഫിൽ, പക്ഷേ ഇന്നേ ദിവസം അവരെക്കുറിച്ച് വല്ലാതെ ഓർക്കുക, വല്ലാതെ മിസ് ചെയ്യുക, അവരുടെ ഓർമ്മകളിലിരിക്കുക, അവരോട് വല്ലാത്ത അഡ്മിറേഷൻ തോന്നുക. ഇതൊക്കെയാണ് പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. വല്ലാത്തൊരു ആരാധനയാണത് കേട്ടോ. തന്നെ സ്റ്റാർ കാർഡാണ്. ഇത് വീണ്ടും ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷ വരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നു എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ടാരോ റീഡിംഗ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ടാരോ പഠിക്കുന്നുണ്ടാവും. ഇതോ അല്ലെങ്കിൽ നിങ്ങൾ റേക്കിയോ പ്രാണിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും, ഏഞ്ചൽ ഹീലിംഗ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഒരുപക്ഷെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഈ ടാരോ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒരു തരം ഹീലിംഗ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബ്രോക്കൺ ആയിരുന്ന സമയത്ത് നിങ്ങൾ ടാരോ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോൾ ഉള്ള നിങ്ങളല്ല ഇപ്പോൾ. നിങ്ങൾ ഒത്തിരി ഹീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ ആ പണ്ടത്തെ പെയിൻ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ സാഹചര്യത്തെ മനസ്സിലാക്കുന്നുണ്ട്, വ്യക്തത വരുന്നുണ്ട്. ഈ ക്ലാരിറ്റി വരുന്നു എന്ന് പറഞ്ഞതും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അത് കിട്ടുന്നത് എങ്ങനെ, ഒരു ടാരോ വീഡിയോയിലൂടെ ആയിരിക്കാം, നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്നതിലൂടെ ആയിരിക്കാം, ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും വായിക്കുന്നതോ കാണുന്നതോ കേൾക്കുന്നതോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാവുന്നതാണ്, ജീവിതത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാവുന്നു. ബിക്കോസ് നമ്മൾ ഹീൽ ചെയ്യപ്പെട്ടു, നമ്മുടെ ഒരു വലിയ മുറിവ് ഉണങ്ങാൻ തുടങ്ങുന്നപ്പോൾ നമ്മുടെ എനർജി ഫുൾ ആ മുറിവിലായിരുന്നുവെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ പോകുന്നു, ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുന്നു, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളിരിക്കുന്ന ഒരു ദിവസമാണ് സ്റ്റാർ കാർഡ് വരുന്നത്, ഹീലിങ്ങിൻ്റെ കൂടെ ദിവസമാണ്. പ്ലസ് ഇത് ഒരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. നമ്മൾ ഇന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഫെർട്ടൈലായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾ നടുകയോ, അല്ലെങ്കിൽ ഈ പെറ്റ് പേരൻസ് ആവുക, അതായത് പെറ്റ്സിനെ മേടിക്കുവോ, കിളികളെ മേടിക്കുവോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സ്, നശിച്ചു പോയ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് വീണ്ടും ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ കാമായിട്ടിരിക്കാൻ പറ്റും, നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അതൊക്കെയാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ദെൻ 10 ഓഫ് സ്വോർഡാണ്. ഇത് മേ ബി നിങ്ങൾക്ക് ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടവരാകാം, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം വന്നവരാകാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവഞ്ചന, ചതിക്കപ്പെടുക, നാണക്കേടുണ്ടാവുക, ജോലി പോവുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുന്ന ഒരു എനർജി, അതായത് വീണ് കിടക്കുന്ന എനർജി, ആ ഒരു എനർജിയിൽ കുറേ ആളുകൾ വീണ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറ്റുന്നതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പാസ്റ്റിൽ സംഭവിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ഫോൾ വന്നാലല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ.
നമ്മൾ ഒരാളുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നു, ആ ബന്ധം ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നിടത്ത് നമുക്കൊരു പഠനം കിട്ടുന്നില്ല, ഒരു കാര്യവും നമ്മൾ പഠിക്കുന്നില്ല. അതേസമയം അവിടെ ഒരു ടെറിഫൈങ് ആയിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അവിടെ നിന്നൊരു പാഠം പഠിക്കാനായിട്ട് ശ്രമിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡുള്ള കാർഡാണ് 10 ഓഫ് സ്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായും നിങ്ങളൊരു പാഠം പഠിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് കരുത്ത് നൽകുന്ന ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഇന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നാണക്കേടുണ്ടാവുന്നതാവാം, ജോലി നഷ്ടപ്പെടുന്നതാവാം, മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നതോ ബാക്ക് സ്റ്റാബിങ് ചെയ്യുന്നതോ, കൂടെ വന്ന് ഒരുമിച്ച് നിന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് കുത്തു കിട്ടിയതുപോലെ തോന്നും, നമുക്ക് വല്ലാത്ത നാണക്കേട് തോന്നും, നമുക്ക് അവരുടെ മുഖത്ത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അത്തരത്തിലുള്ള എനർജിയാണ്. ചിലരുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എൻഡായി പോകുന്നുണ്ടായിരിക്കും. നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് ദൈവമായിട്ട് തന്നെ അത് മെല്ലെ മെല്ലെ ഇല്ലാതാക്കി കളയും. പിന്നെ നമ്മൾ എത്ര കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ച് കരഞ്ഞാലും നമുക്കത് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്കത് ദൈവം തിരിച്ച് തരത്തില്ല. നമ്മൾ എത്ര വാശി പിടിച്ചാലും ശരി, അത് നമുക്ക് തരത്തില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ചിലർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ളൊരു അവർക്ക് ശരിക്കും അതിനുള്ളൊരു ബ്ലെസ്സിങ് കാണത്തില്ല. പക്ഷേ ഇവരുടെ ഭയങ്കരമായ പ്രാർത്ഥനകൾ കൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. പക്ഷേ അത് പാതി വഴിയിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. നിങ്ങളത് പല അനുഭവങ്ങളും നിങ്ങൾക്ക് പേഴ്സണലി ഉണ്ടാവാം, പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന അനുഭവങ്ങളുണ്ടാവാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് വരുള്ളൂ. അല്ലാത്തത് നമുക്ക് അനുഭവയോഗ്യമല്ല. അത് എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അനുഭവയോഗ്യമല്ലാത്തത് നമ്മളിന്ന് എടുത്തു മാറ്റപ്പെടും. ഓക്കെ, അതിനേക്കാൾ മികച്ചത് നമുക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വീഴാതിരിക്കാനും മുറിവ് പറ്റാതിരിക്കാനും ഒക്കെ സൂക്ഷിക്കണം കേട്ടോ. പൊള്ളലേൽക്കുക, മുറിവേൽക്കുക, അതൊക്കെ സൂക്ഷിക്കണം. അതുപോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈ കപ്പിനും ചുണ്ടിനും ഇടയിലെന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലേ. ചിലപ്പോൾ നമ്മളൊരു ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പം കിട്ടും, നെക്സ്റ്റ് ഒരു ഒപ്പിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ നിർത്തിയിട്ട് പെട്ടെന്നായിരിക്കും നമ്മൾ കേൾക്കുന്നത് അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു, അത് ഡിനൈഡായി എന്ന് പറയുന്നത്. അപ്പം നമുക്കുണ്ടാകുന്നൊരു വല്ലാത്ത ഒരു സഫോക്കേഷൻ ഉണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഞാനെല്ലാം ചെയ്തായിരുന്നല്ലോ, എന്നിട്ട് എന്ത് പറ്റി, ഇനി ഞാൻ ഒന്നേന്ന് തുടങ്ങണ്ടേ. അപ്പോൾ ആ ഒരു വീണ് പോയ അവസ്ഥ ഉണ്ടല്ലോ. അതായത് ഇനി നമ്മളത് വീണ്ടും തുടങ്ങുമ്പോൾ നമുക്കിതൊരു പാഠമാണ്. അപ്പം ഇത് ഫ്യൂച്ചറിലേക്ക് ഒരു പാഠം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻ്റെ ഇന്ന ദിവസം ഉണ്ടെന്നാണ് കേട്ടോ. ഒരു പേടിയും വേണ്ട. കാർമിക് സൈക്കിളിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. ഉറപ്പായിട്ടും അത് നമുക്ക് സക്സസ്സിനുള്ളൊരു വഴിയായിരിക്കും. അപ്പോൾ ഇതൊന്നും കണ്ട ആരും പേടിക്കണ്ട കേട്ടോ. ഒന്നും അവസാനമല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് കിങ് ഓഫ് വാണ്ട്സ് ആണ്. കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും എന്നാണ്. മേ ബി ഇത് ജോലി പോയ ആളുകളുടെ എനർജി ആയിരിക്കും കേട്ടോ. ഇത് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, പാസ്റ്റിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോബ് വരുന്നുണ്ട് കേട്ടോ. പുതിയ ജോബ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ, നിങ്ങൾ അതിലേക്ക് നോക്കുന്നു, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അത് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു. അതിൻ്റെ വഴികളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടാണ് കിങ് ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മറ്റുള്ളവരെ ആയി നോക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പാഷനെ നമ്മൾ വിട്ടിട്ട് പുതിയൊരു കാര്യം, ഇപ്പോൾ ഒരു ജോലി ഉണ്ട്, ആ ജോലിയെ വിട്ടിട്ട് വേറൊരു ജോലി, അല്ലെങ്കിൽ ഒരു പാഷനെ വിട്ടിട്ട് മറ്റൊരു പാഷനിലേക്ക് പോവുക, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മാറ്റിയിട്ട് വേറൊരു ജോലി ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്നൊക്കെ ആശയങ്ങൾ മനസ്സിലേക്ക് വരുന്നതവനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു നാച്ചുറൽ ലീഡറാണ്. ഇയാൾ ഒരുപാട് അനുഭവമുള്ള ഒരാളാണ് ഈ കിങ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് നല്ല വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. ഇയാൾ ഫ്യൂച്ചറിലേക്കും കൂടെ ഇങ്ങനെ വൈഡായിട്ട് നോക്കുന്ന ആളാണ്. കാരണം ഇയാളൊരു വിഷണറിയാണ്. കാരണം ഇയാൾക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം കാര്യങ്ങളെ സമീപിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും. അത്തരത്തിൽ നോക്കിക്കണ്ട് വളരെ കൃത്യമായിട്ടായിരിക്കും പ്ലാൻ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് കൂടുതൽ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും കേട്ടോ. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു തീരുമാനത്തിൽ ഉറച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ബാലൻസിങ് ആണ്, എന്നത് ബാലൻസ് ഇല്ലായ്മയാണ്. അത്തരത്തിൽ നമ്മൾ അത് വേണോ ഇത് വേണോ, അത് വേണോ ഇത് വേണോ, അത് വേണോ ഇത്, അങ്ങനെ നമ്മൾ ബാലൻസ് ഇങ്ങനെ ചെയ്യാതെ, അതായത് നമുക്കൊരു ഉത്തരവില്ല എന്നാൽ നമ്മൾ അതിലിങ്ങനെ തീരുമാനം എടുക്കാതെ കുറേ കാലം കടന്നു പോകുന്നൊരു എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ അധികകാലം നിൽക്കാൻ പറ്റത്തില്ല. കാരണം വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. നമ്മളൊരു തീരുമാനം എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട്, സാഹചര്യങ്ങൾ, ഒന്നിലധികം അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഒന്നിലധികം പ്രയോറിറ്റീസ്, ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ, ഒന്നിലധികം ജോലികൾ, ഒന്നിലധികം പണസമ്പാദന മാർഗങ്ങൾ, അങ്ങനെ എന്തുണ്ടെങ്കിലും രണ്ടായിട്ട് കിട്ടും. അങ്ങനെ രണ്ട് ഡ്യുവാലിറ്റി വരുന്ന ഒരു ദിവസമാണ്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരാം, അത് വേണോ ഇത് വേണോ, അത് വേണോ ഇത് വേണോ, അതോ വേണോ വേണ്ടേ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ വരുന്നതാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പണവും രണ്ട് രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്, 2 മോർ ദാൻ 2 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എംപററാണേ. ഇവിടെ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതായത് അത് അങ്ങനെ ചെയ്തോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കത്തില്ല, അത്തരത്തിലുള്ള എനർജി. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈഗോയ്ക്ക് നമ്മൾ വശംവദരാകേണ്ടി വരുന്ന എനർജി. അതും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ഈഗോ തോന്നുക, നമുക്കൊരു ഈ തന്ത വൈബ് എന്ന് പറയത്തില്ലേ, അതൊക്കെ നമുക്ക് തോന്നുന്നൊരു എനർജിയാണ് ഈ എംപറർ എനർജി. പിന്നെ പോലീസ്, അതുപോലെ യൂണിഫോം ജോബുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ പെനാൽറ്റി അടിക്കുക, ഫൈൻ അടിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളവർ കാണുന്നുണ്ട്, സൂക്ഷിക്കണം. ഇനി ഓൾറെഡി ജോബിലുള്ള ആളുകൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഒരു എംപറർ എന്ന് പറയുമ്പോൾ അയാൾ ഒരു രാജ്യത്തിൻ്റെ അല്ല, ഒരു സാമ്രാജ്യത്തിൻ്റെ കാവൽക്കാരനാണ്. അയാൾ സാമ്രാജ്യത്തെ കാക്കണമെങ്കിൽ അയാളും സംരക്ഷിക്കപ്പെടേണ്ട ആളാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ യൂണിവേഴ്സിനാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് കപ്പാണ്. ഇന്ന് ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യും, ഫാമിലിയോടൊപ്പം ട്രിപ്പ് പോകുന്നുണ്ടായിരിക്കും, ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, ട്രിപ്പ് പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് 10 ഓഫ് കപ്സ്. ഒരു ഫാമിലിയാണ്, ഫാമിലി യൂണിയനാണ്. ഇത് ഫാമിലിയോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്നതും ഫാമിലിയിൽ നിന്ന് മാറി നിന്നിട്ട് റീയൂണിയൻ ഉണ്ടാവുന്നതും. ഇനി ഫാമിലി പോലെ ജീവിച്ച ആളുകൾക്കാണെങ്കിൽ ഇതും റീയൂണിയൻ്റെ കാർഡാണ്. ബോട്ടം നിൽക്കുന്നത് മൂൺ എനർജിയാണ്. അപ്പോൾ ഒരു പേടി ഉള്ളിലുള്ളെന്ന് കാണുന്നുണ്ട്. അതാണ് ഈ ഫസ്റ്റ് കാർഡും 7 ഓഫ് വാണ്ടും പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നെഗറ്റീവ് തോട്ട്സ് വന്ന് നിറയുന്നു. അതൊരു പേടി കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പേടിയാണ്. നമ്മളൊരു കാര്യത്തെ പേടിച്ചാൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പേടിയെ കോൺകർ ചെയ്യണം. പേടിയെ നമ്മൾ പേടിയല്ലാതാക്കാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഒരുതരം മൂഡ് സ്വിങ്സ്, ഡിപ്രഷനൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇന്നേ ദിവസം ഒരു ഒറ്റപ്പെട്ട ഫീല്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നുക, വല്ലാത്തൊരു മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് ചിരി വരിക, പെട്ടെന്ന് ഒറ്റപ്പെട്ട ഫീല് വരിക, ഒറ്റയ്ക്ക് പിറുപിറുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു ദിവസമാണ്. നമ്മളെങ്ങനെയൊക്കെ നമ്മുടെ ചിന്താഗതി എന്താണോ ആ രീതിയിലാണ് ആ ദിവസം ആവുക. എന്ത് പ്രശ്നം വന്നാലും അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഓക്കെ ആക്കിയാൽ മതി കേട്ടോ. ധാരാളം പണം വരുമെന്ന് കാണുന്നുണ്ട്, ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്, പ്രതീക്ഷയോട്ടിരിക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്, പുതിയ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കാണുന്നുണ്ട്, പുതിയ ജോബിലേക്ക് നോക്കുന്നു എന്ന് കാണുന്നുണ്ട്, ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട്, ഫിനാൻഷ്യലി മൾട്ടിപ്പിൾ പ്രയോറിറ്റി, അല്ലെങ്കിൽ പണത്തിന് മറ്റ് മേഖലകളിലേക്കും കൂടെ നിങ്ങൾ വ്യാപിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏണിങ് കൂടാതെ മറ്റ് മേഖലകളിൽ നിന്നും കൂടെ നിങ്ങൾക്ക് പണം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്ന് ഹാപ്പി സൺഡേ ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ജോലിയൊക്കെ ചെയ്യേണ്ടി വരും, അതോർത്ത് മൂഡ് ഓഫ് ഒന്നും ആവണ്ട. പറ്റുന്ന പോലെ ജോലികൾ ചെയ്യുക. 7 ഓഫ് വാണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റുന്നത് പോലെ ചെയ്യുക, ബാക്കിയുള്ളത് പിന്നത്തേക്ക് വെക്കുക. നമ്മളിങ്ങനെ ഒത്തിരി സ്ട്രെയിൻ എടുത്തൊരു കാര്യം ചെയ്താലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, മറ്റുള്ളവർക്കും കിട്ടത്തില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കാതെ പറ്റുന്ന പോലെ കുറേശ്ശെ ചെയ്ത് എല്ലാം റെഡിയാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രശ്നവും അതിങ്ങനെയാണ്. എല്ലാം കൂടെ പരിഹാരം കാണാൻ പോയാൽ കിട്ടത്തില്ല. ഓരോന്നെടുക്കുക, പരിഹാരം കാണുക, അത് കഴിഞ്ഞു, അടുത്തത് പരിഹാരം കഴിഞ്ഞു. അങ്ങനെ മാത്രമേ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എടുക്കുന്ന സൊല്യൂഷൻസ് കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.